വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ എല്ലാം പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ആയിരുന്നു, ഇതിന് കൂടുതൽ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഗാർഡ്, ബാക്കി ഉദ്യോഗസ്ഥർ എല്ലാവരെയും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി പറയിപ്പിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ ഹമീദ് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ പറയുകയല്ലല്ലോ സാർ, തെളിവ് നിരത്തി പ്രൂവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഹമീദിന് ഇവിടെ മിണ്ടാൻ പറ്റുന്നില്ല. വിഷ്ണു ആണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇതൊരു വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശരി, ഓക്കെ, വെറും ഒരു വഴക്ക് നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ കേരള പോലീസ് ചെയ്യുന്നത് വെറും ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു പരിപാടി പോലെയാണ് ചെയ്യുന്നത്. കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്ന് അത് നന്നാവുന്നോ എങ്കിലേ കേരള പോലീസ് നന്നാവുകയുള്ളൂ എന്ന് പറയുകയാണ്. ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ കൂടെയല്ല ജനങ്ങളോടൊപ്പമാണെന്നൊക്കെ പറഞ്ഞ് മൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെക്കാറില്ലേ, അത് കൂടുതൽ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോലീസുകാരോട് അനാദരവാണ് ഉണ്ടാകുന്നത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ കൂടുതൽ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാം, ഇതനുസരിച്ച് തെളിവ് വേണമെങ്കിൽ അതും കൊണ്ടുവന്ന് നിരത്തി തരാം എന്നൊക്കെ പറയുകയാണ്. ഒരു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, പക്ഷെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം താനിപ്പോൾ പൊയ്ക്കോ എന്നിങ്ങനെ വിഷ്ണുവിനോട് ഹമീദ് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവേട്ടാ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ കുറേ ഡയലോഗൊക്കെ ഹമീദിനോട് പോലീസിനെ കുറിച്ചും പോലീസിനെ ആ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം എല്ലാമെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഹമീദ് അങ്ങ് മുഖം മാറ്റിയിരിക്കുന്നേ ഉള്ളൂ. കളക്ടർ പറയുമ്പോൾ തിരിച്ചെതിർത്തൊന്നും പറയുന്നുമില്ല. തുടർന്ന് ശാലിനി വിഷ്ണുവിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വിഷ്ണു ഹമീദിനെ നോക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം ഹമീദിന് അവിടെ മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിനെ പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതും, വിഷ്ണു നിരപരാധിയാണ് എന്നുള്ളതും, വിഷ്ണു കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും ഹമീദിനവിടെ മനസ്സിലാവുകയാണ്. തുടർന്ന് ശാലിനിയും കൂട്ടി വിഷ്ണു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ രാഘവൻ നായർ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. സത്യഭാമ ഓരോന്നായിട്ടൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ രാഘവൻ നായർ വെപ്രാളം കൂട്ടുകയാണ്. എത്ര നേരമായി ഞാൻ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് പണ്ടത്തെ പോലെയല്ല, പ്രായമേറെ ആയില്ലേ എന്ന് പറയുമ്പോൾ കറി കൊണ്ടുവന്നില്ലേ എന്നും പറഞ്ഞ് വെപ്രാളം കൂട്ടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വേണം ചൂടാറിപ്പോയി എന്നും പറഞ്ഞ് വെപ്രാളം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഭാമ വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നീ എന്തൊന്നും പറയത്തേന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കേട്ടോണ്ടിരിക്കുകയില്ലേ എന്നും പറഞ്ഞ് തിരിച്ച് സംസാരിക്കുകയാണ്. അന്നേരം അതല്ല, നമ്മുടെ വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പോകണമെന്നോ പോകണ്ടെന്നോ എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം നീ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ രാഘവനാർ ചോദിക്കുകയാണ്. രാഘവനാർ ശാലിനി സ്വത്തുക്കളൊക്കെ തിരികെ കൊണ്ട് കൊടുത്തല്ലോ, അപ്പോൾ അവിടേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. ഈ സമയത്ത് വിഷ്ണുവിൻ്റെ ഓട്ടോ വരുന്നുണ്ട്. അന്നേരം വിഷ്ണു വന്നു എന്ന് തോന്നുന്നു, അവനും കൂടി എടുത്തു വയ്ക്കുമെന്നും പറഞ്ഞ് വെപ്രാളം കൊട്ടുമ്പോൾ രാഘവേട്ട അവനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ എന്നും പറഞ്ഞ് ഭാമ ക്ഷമ നശിക്കുകയാണ് ഭാമയുടെ. അന്നേരം സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ട് കമലിനാണ് വരുന്നത്. അന്നേരം ഇത് ഓട്ടോയുടെ താക്കോൽ എന്ന് പറഞ്ഞുകൊണ്ട് താക്കോൽ ഇങ്ങനെ മേശപ്പുറത്തേക്ക് വയ്ക്കുകയാണ്. അന്നേരം അവൻ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അന്നേരം അപ്പോൾ ആശാന് ജോലി കിട്ടിയാരും വിളിച്ചു പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവനാർ പറയുന്നുണ്ട്, സാബു സാറ് വിളിച്ചു പറഞ്ഞ ഇൻ്റർവ്യൂ എന്നാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ജോലി കിട്ടിയാരും പറഞ്ഞില്ല. എന്ത് ജോലിയാന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഡ്രൈവർ പണിയാണെങ്കിലും നല്ല ആസല സ്ഥലത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് രാഘവനാർക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ ഒരു ജോലി കിട്ടിയെന്ന് അറിയുമ്പോൾ. അന്നേരം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സ്ഥലത്ത് തന്നെയാണെന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ സത്യഭാമം പറയുന്നുണ്ട്. അന്നേരം കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഡ്രൈവറായിട്ടാണ് നമ്മുടെ ആശാൻ ജോലിക്ക് കയറിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ വരവും പോക്കും എല്ലാം ഒക്കെ ഒന്നിച്ചാകാമല്ലോ എന്നിങ്ങനെ കമല സന്തോഷത്തിൽ സംസാരിക്കുമ്പോൾ രാഘവനാർക്ക് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. അന്നേരം സത്യഭാമ അങ്ങോട്ട് ദേഷ്യത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ്. ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം അവളുടെ വേലക്കാരനായിട്ട് അവൾക്ക് ചായ മേടിച്ചു കൊടുക്കാനും ഫയലെടുത്ത് പുറകെ നടക്കാനൊന്നും എൻ്റെ മകനെ ഞാൻ അനുവദിക്കില്ല എന്ന് ഭാമ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുകയാണ്. എന്നിട്ട് രാഘവനാർ പറയുന്നുണ്ട്, ഭാമയെ അതവൻ്റെ ജോലിയാണെന്ന്, എന്തായാലും എനിക്ക് കേൾക്കണ്ട, അങ്ങനെ എൻ്റെ മകനെ ഞാൻ വിടില്ല, അവൻ്റെ ജോലി ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ ക്യാബിനിലേക്ക് ഇങ്ങനെ ചായയുമായിട്ട് ചെല്ലുന്ന, സോറി മേഡം താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചായ ഇങ്ങനെ പേടിയോടെ അടുത്ത് വയ്ക്കുമ്പോൾ ശാലിനി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ ചോദിച്ച ഫയൽ എവിടെ, 5 മിനിറ്റിനകം ഫയലിൻ്റെ മേശപ്പുറത്തെത്തിയിരിക്കണം എന്നൊക്കെ ശാലിനി ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും ഒരു ഡ്രൈവർ വേലക്കാരനോട് പെരുമാറുന്ന പോലെ ശാലിനി ഇങ്ങനെ പെരുമാറുന്നതും പിന്നീട് ശാലിനിയുടെ പിന്നാലെ വിഷ്ണു ഇങ്ങനെ ഫയലൊക്കെ ആയിട്ട് ഓടി പോകുന്നതും ഒക്കെ ഇങ്ങനെ സത്യഭാമ മനസ്സിൽ കാണുകയാണ്. എന്നിട്ട് ഭാമയ്ക്കൊന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നിൻ്റെ ആശാനോട് പറഞ്ഞോളണം, ഇന്ന് തൊണ്ട് ഈ ജോലി അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട്
ഭാമ ദേഷ്യപ്പെട്ടങ്ങ് അപ്പുറത്തേക്ക് പോവുകയാണ്. അന്നേരം കമലിന് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇതെന്താന്നിങ്ങനെ രാഘവൻ നായരോട് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഭാമ കേൾക്കെ തന്നെ പറയുന്നുണ്ട്, ഞാനെന്ത് പറയാനാ, അവൾ അങ്ങനെ തന്നെ, അവൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരങ്ങ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേരം കമലിന് ഒരു പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭാമ അപ്പുറത്തേക്ക് പോയിട്ട് അതേ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യയും പപ്പിയും കൂടി എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശാരികയാണെങ്കിൽ അടുത്ത് ഇരിക്കുന്നുണ്ട്. ശാരദാമ്മ ശാരികയ്ക്ക് ഇങ്ങനെ പാല് കൊണ്ട് കൊടുക്കുകയാണ്. അന്നേരം രണ്ടുപേരും കൂടി എന്താ ചെയ്യുന്നത്, ശാരികന്റെ ശല്യപ്പെടുത്തുകയെന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളാണെങ്കിൽ വരാൻ പോകുന്ന കുട്ടിക്ക് പേരൊക്കെ കണ്ടുപിടിക്കുകയാണ്. ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പേരിടും എന്നിങ്ങനെ സത്യയും, പെൺകുട്ടിയാണെങ്കിൽ ഞാൻ പേരിടും എന്നിങ്ങനെ പപ്പിയും പറയുകയാണ്. അന്നേരം ആണെങ്കിൽ ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം പിന്നെ ശാരിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും പോലെ ഇരട്ട കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ ശാരികയുടെ കയ്യിലേക്ക് അങ്ങ് തട്ടുകയാണ്. അന്നേരമാണ് ശാരികയ്ക്ക് പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാവുന്നതും ശാലിനി അങ്ങ് ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. അന്നേരം സത്യ ചോദിക്കുന്നുണ്ട്, ഇരട്ട കുട്ടികളോ, ഞങ്ങൾ ഇരട്ട കുട്ടികളാണോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ ശാരിക ആൻറ്റി അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനിയും പറയുന്നുണ്ട്, അതെ ശാരിക ആൻറ്റി വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ എങ്ങനെ ഇരട്ട കുട്ടികളാകും, നിങ്ങൾ രണ്ടമ്മമാരുടെ മക്കളല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അല്ലേ അമ്മ എന്നിങ്ങനെ ശാരദാമ്മയോട് ചോദിക്കുക. അന്നേരം അതേ ഇങ്ങനെ ഒരു പെട്ടെന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. എന്നിട്ടും പപ്പി സത്യ ചോദിക്കുന്നുണ്ട്, അതെ ഇരട്ട കുട്ടികളാണെങ്കിൽ ഒരുപോലെയല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അതെ ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ രണ്ട് കുട്ടികളെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി മുഖം മാറ്റുകയാണ്. എന്നിട്ടും പപ്പി സത്യയോടെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ അല്ലാതെ പിന്നെ കുട്ടികളുടെ അങ്ങനെ ജനിക്കുമ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേയും ഒരു ദിവസമല്ലേ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി പെട്ടെന്ന് വിഷയം മാറ്റുന്നുണ്ട്. രണ്ടുപേരും ഇനി അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഞാൻ രണ്ടുപേർക്കും പാലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അന്നേരം അത് പോയി കുടിച്ച്, ഇല്ലെങ്കിൽ അപ്പുറത്തെങ്ങാനും പോയി എഴുതി കളിക്ക്, അല്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് എന്നിങ്ങനെ. ശാലിനിയാണെങ്കിൽ ആ ഒരു വിഷമം അങ്ങ് മറയ്ക്കാനും കുട്ടികളുടെ മുഖത്ത് നോക്കാതെ പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് വെപ്രാളത്തിലൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സത്യയ്ക്കും പപ്പിക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്നിങ്ങനെ പിന്നെ സത്യ പറയുകയാണ്, ഈ അമ്മ എന്തോന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മളിവിടെ എഴുതി കളിക്കുകയാണെന്ന്, വാ പപ്പി നമുക്ക് പോവാം, നമുക്ക് ഇത് കാര്യമാണ്, നമ്മൾ കുഞ്ഞിനെ പേരിടുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് പോയതാന്ന് പറഞ്ഞിട്ട് പപ്പിയും വിളിച്ചുകൊണ്ട് സത്യ അങ്ങ് പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ ശാരികയോട് പറയുന്നുണ്ട്, രണ്ടുപേർക്കും കാഞ്ഞ ബുദ്ധിയാണ്, അതേ ഇവളെ പോലെയെന്ന് ശാലിനിയെ ചൂണ്ടിക്കാണിച്ചിട്ട്, അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നതൊക്കെ സൂക്ഷിച്ച് വേണം, പിന്നെ അതേ പിടിച്ചങ്ങ് തൂങ്ങുമെന്ന് പറയുമ്പോൾ പിന്നെ ശാരിക പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അവരിൽ നിന്നും അധിക കാലമൊന്നും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല, അവർക്കിപ്പോൾ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് അവർക്ക് ബോധ്യമാകുമെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് ഇങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. അല്ലെങ്കിലും മറച്ചു വെക്കാനായിട്ട് ഒരു സത്യവും ഇങ്ങനെ അധികകാലമൊന്നും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല ശാരി ചേച്ചി, രാജീവ് സാറും ചേച്ചിയും തമ്മിൽ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ രാജീവ് സാറ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു എന്ന് ശാലിനി ചോദിക്കുകയാണ്. തുടർന്ന് ശാരിക പറയുന്നുണ്ട്, ആദ്യത്തെ കുഞ്ഞ് അബോർട്ടായപ്പോഴേ രാജീവേട്ടൻ എന്നിൽ നിന്നും അകന്നത് തന്നെയാണ്, പിന്നീട് ഈ റിസർച്ചിനായിട്ട് അവിടേക്ക് പോയിരിക്കുന്നതും എന്നിൽ നിന്ന് എന്നെ കാണാതിരിക്കാനും അകലാൻ വേണ്ടി തന്നെയൊക്കെയാണ്. മനുഷ്യൻ ഇതേവരെ ആരും കണ്ടിട്ടില്ലാത്തതും കണ്ടുപിടിക്കാത്തതും ഒരേ ഒന്ന് മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ്, അവനൊരു ക്രിമിനലാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെയാണ് ഈ രാജീവ് സാറ്. പിന്നെ നമ്മൾ മുഖത്ത് കാണുന്നത് പോലെയല്ല, ചിരിച്ച് കാണിക്കുന്നത് പോലെയല്ല, വേറെ ഒരാളാണ്, ഒരിക്കലും മനസ്സിലാകാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരിക ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ശാലിനിക്ക് ഒങ്ങി വിഷമം വരുന്നുണ്ട്. തുടർന്നാണ് ശാരിക സത്യയോട് പറയുന്നത്, ഇപ്പോൾ റിസർച്ച് എന്നും പറഞ്ഞ് പോയിരിക്കുന്നതും ഒരു സഹപ്രവർത്തകരുടെ കൂടെയാണ്. എന്തോന്ന് സഹപ്രവർത്തക, അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഒരു ബന്ധവും അയാൾ കൊണ്ടുപോകുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ, മറ്റൊരു സ്ത്രീയായിട്ടുള്ളൊരു ബന്ധം രാജീവിനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയ്ക്കും ഇങ്ങനെ ശാലിനിക്കും ഇങ്ങനെ ഷോക്ക് ആവുന്നുണ്ട്. സ്നേഹം അകന്നു പോകുന്നതിനല്ല, ഒട്ടും കിട്ടാത്തതിലാണ് എനിക്ക് സങ്കടം, ഞാനും ഒരു പെണ്ണല്ലേ, മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ എന്നും പറഞ്ഞ് ശാരികയും കരയുകയാണ്. അന്നേരം ആദ്യമൊക്കെ ശാലിനിക്ക് വിഷമമായെങ്കിലും പിന്നെ ശാലിനി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഇനി ഒരു ശാരദ കൂടി ഈ കുടുംബത്തിൽ വേണ്ടാന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഇതിപ്പോൾ എൻ്റെ രണ്ടാം ഭാഗം കേൾക്കുന്നത് പോലെ ആയല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അച്ഛനാണെങ്കിൽ അമ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ പിന്നാലെ പോയപ്പോൾ അമ്മയ്ക്ക് കൈത്താങ്ങായിട്ട് കൂടെ നിൽക്കാനായിട്ട് ആളില്ലായിരുന്നു, പക്ഷേ ഇവിടെ എൻ്റെ കൂടപ്പിറപ്പുകളുടെ ജീവിതം വല്ലവർക്കുമായിട്ട് ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കില്ല, ഇന്നിവിടെ നിയമവും
കാര്യങ്ങളും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതെനിക്ക് ചെയ്യാനായിട്ട് കഴിയും. രാജീവ് സാറിനോട് ഞാൻ സംസാരിക്കാം. അതുകൊണ്ട് ചേച്ചി ഇനി കരയേണ്ടി വരില്ല. ഞാൻ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാനത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഇങ്ങനെ ശാരദാമ്മ ശാരിയോട് പറയുന്നുണ്ട്, കരയുകയാണ് ശാരി ഇരുന്ന്. അന്നേരം ഈ സമയത്ത് മനസ്സധികം വിഷമിക്കരുത്, കുഞ്ഞിനത് ദോഷമാണ്. പിന്നെ നമ്മൾ ശാരദയുടെ മക്കൾക്ക് സങ്കടമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് അനുഭവിക്കാല്ലാതെ ഒന്നും ചെയ്യത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് പോവുകയാണ്. ശാരി അന്നേരം വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ റൂം വിട്ട് പോകുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ മകൾ ഇവിടെ ഹോട്ടൽ പണിയെടുത്ത് കഴിയേണ്ടി വരുമോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ശാരദാമ്മ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നതും ശാരിക അന്നേരം വരെ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇതേ സമയത്തും രാത്രി തന്നെ സത്യഭാമയാണെങ്കിൽ അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ ഡ്രൈവറായിട്ട് പോകുന്നതും ശാലിനിക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നതും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രാഘവൻ നായർ ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഇരിക്കാൻ ചോദിക്കുമ്പോൾ, പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ച് പിടിപ്പിച്ച ഒരു മകൻ ഉണ്ടായതോർത്ത് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളെയല്ലേ പുത്രൻ, അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ, 10 എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ ഇടന്ന് ചാടാനായിട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത്രയ്ക്കും അല്ലേ മകൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇനി തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടന്നാൽ മതി. അച്ഛനും അമ്മയും കൂടി ഒരാളുടെ മുന്നിൽ തല താഴ്ത്താതെയാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ട് വന്നത്, എന്നിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന കണ്ടില്ലേ, സൽപുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ എങ്ങോട്ട് ഞെരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ വിഷ്ണു അവിടെ ബൈക്കിലെത്തുന്നുണ്ട്. അന്നേരം ദേ വന്നു, സൽപുത്രൻ വന്നു എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ സത്യഭാമയോട് രാഘവൻ നായർ പറയുന്നുണ്ട്. സമയത്ത് വിഷ്ണു ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ മധുരമൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി വരികയാണ്. ജോലി കിട്ടിയ സന്തോഷം, മധുരം കഴിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛ അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ട് വിഷ്ണു വരികയാണ്. അന്നേരം അമ്മയെന്നൊക്കെ ഇപ്പോൾ സത്യഭാമ കാടിച്ചു പിടിക്കുന്നുണ്ട്. അന്നേരം മോനെ ഇവിടെ ഉണ്ടടാ, ഇങ്ങോട്ട് പോരാ എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ ഇതാ അമ്മേ, പിന്നെ അച്ഛാ ലഡു അങ്ങോട്ട് മധുരം കഴിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ലഡു എടുത്തുകൊണ്ട് രാഘവൻ നായർക്ക് നേരെ ഇങ്ങനെ നീട്ടുകയാണ്. രാഘവൻ നായർ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഭാമ അതെല്ലാം കൂടി അതങ്ങോട്ട് തട്ടി കളയുകയാണ്. അന്നേരം എന്താ അമ്മ ഇതെന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നത്, നിനക്ക് ഇവിടെ ആരാടാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. നിനക്കിവിടെ ആരാടാ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താ അച്ഛനും അമ്മയും മറന്ന് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ മറന്നു ചെയ്തു, നീ എന്തുകൊണ്ട് നിനക്ക് ജോലി കിട്ടിയ കാര്യം നീ ഇവിടെ വിളിച്ച് പറഞ്ഞില്ല, നിന്റെ ഭാര്യയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആരും ഇവിടെ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് സംഭവം മനസ്സിലാവുന്നുണ്ട്. ഓ അപ്പോൾ അതാണല്ലേ കാര്യം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവളുടെ വേലക്കാരനായിട്ട് നീ പോയില്ലേ, നീ ഇന്ന് പിന്നെ ജോലിക്ക് കയറുന്നവരുടെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും കൂടി ഇരുന്നപ്പോഴല്ലേ സാബു സാർ ജോലിയുടെ കാര്യം പറഞ്ഞത്, പിന്നെ ഡ്രൈവർ പണി അന്തസ്സുള്ള കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ പിന്നെ പക്ഷെ നീ അവളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അമ്മ അത് അങ്ങനെയൊന്നും അല്ല, ഇന്ന് കളക്ടറേറ്റ് ചെല്ലുമ്പോഴാണ് ശാലിനിയുടെ ഡ്രൈവറാണെന്ന് ഞാൻ അറിഞ്ഞത്, പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സില്ലേ, ഡ്രൈവർ പണി അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല, അന്തസ്സുള്ള ജോലി തന്നെയാണെന്ന് പറയുമ്പോൾ പിന്നെ സത്യഭാമ പറയുന്നുണ്ട് അതൊക്കെ അന്തസ്സുള്ള ജോലി തന്നെയാണ്, പക്ഷേ ഭാര്യയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴാണ് അതിന് അന്തസ്സില്ലാതാകുന്നത് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. രാഘവൻ നായർക്ക് ഭാമയുടെ കൂടെ നിൽക്കണം, വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഭാമയുടെ രീതിക്ക് അവിടെ വിഷ്ണു ജോലിക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ വിഷ്ണുവിന് എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. മിക്കവാറും വിഷ്ണുവിന് ജോലിക്ക് പോകുമായിരിക്കും. അത് ബാക്കി എന്താണ്, 2 മാസത്തെ ആ ഒരു വേക്കൻസി അല്ലേ, അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.